വിദ്യാർത്ഥികൾക്കും ഗെയിനോളജി മിഷന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സിലെ അടുത്ത ഏരിയയാണ്. നമ്മൾ ഫെബ്രുവരി മാസം തുടങ്ങി 1-ാം തീയതി മുതൽ 3-ാം തീയതി വരെ നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫെബ്രുവരി 4-ാം തീയതി മുതൽ 6-ാം തീയതി വരെ നമ്മുടെ നാട്ടിൽ നടന്ന ചില സംഭവങ്ങൾ, നമ്മുടെ കുറച്ച് ആനുകാലിക സംഭവങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് നവംബർ 2024 മുതലുള്ളത് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലെ കറണ്ട് അഫയേഴ്സ് 2024 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലും, ജനുവരി 1 മുതൽ 2025 ജനുവരി 1 മുതലുള്ളത് കറണ്ട് അഫയേഴ്സ് 2025 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലും അപ്ലോഡ് ചെയ്ത് വരികയാണ്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ടുകൾ എഴുതി പഠിക്കുക. ഇനി ക്ലാസ്സുകൾ കാണാൻ ഇങ്ങനെ ബുദ്ധിമുട്ട് സമയം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്കായിട്ട് ഇ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ടോപ്പിക് വൈസ് ആണ്. PSC സിലബസ് പ്രകാരം ഓരോ ടോപ്പിക്കായിട്ട് തിരിച്ചുകൊണ്ട് ഇന്ത്യ, ലോകം, കേരളം അങ്ങനെ തുടങ്ങി PSC സിലബസിൽ എന്തൊക്കെയാണോ ടോപ്പിക്കുകൾ പറഞ്ഞത് അതിനനുസരിച്ച് ഓരോ ടോപ്പിക്കിൽ ഉൾക്കൊള്ളുന്ന കറണ്ട് അഫയേഴ്സുകൾ സെപ്പറേറ്റ് തിരിച്ചാണ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ വീഡിയോ കാണാൻ സമയമില്ലാത്തവരാണ് അല്ലെങ്കിൽ താല്പര്യമില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഒരു മാസത്തേക്ക് വെറും 25 രൂപയ്ക്ക് മാത്രമാണ് നമ്മൾ ആ ഈ ബുക്ക് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് താല്പര്യമുള്ളവരാണെങ്കിൽ കോൺടാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം. നമ്മൾ നോക്കാൻ പോകുന്നത് ഫെബ്രുവരി 4 മുതൽ 6 വരെയുള്ള കുറച്ച് പ്രധാന സംഭവങ്ങൾ. ആദ്യം തന്നെ നമുക്ക് ഫെബ്രുവരി 4-ന്റെ ഒരു പ്രത്യേകത നോക്കാം. ഫെബ്രുവരി 4 ലോക അർബുദ ദിനം, അതായത് ലോക ക്യാൻസർ ദിനം. എന്നാണ്? ഫെബ്രുവരി 4. അർബുദ രോഗത്തെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ എത്തിക്കാനും അതുപോലെ രോഗം മുൻകൂട്ടി കണ്ടുപിടിക്കുക, അതുപോലെ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ ശക്തിപ്പെടുത്തുക, അതുപോലെ ചികിത്സാ സംവിധാനങ്ങളൊക്കെ ശക്തിപ്പെടുത്തുക, ഇങ്ങനെയൊക്കെ ഒരുപാട് ലക്ഷ്യത്തോടു കൂടിയാണ് 2005 മുതൽ എല്ലാ വർഷവും ഫെബ്രുവരി 4 ലോക അർബുദ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ലോക അർബുദ ദിനം എന്നാണ്? ഫെബ്രുവരി 4. ഇത്തവണത്തെ പ്രമേയം എന്ന് പറയുന്നത് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നതാണ്. യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നതാണ് ഇത്തവണത്തെ ലോക അർബുദ ദിനത്തിന്റെ പ്രമേയം. ഓക്കെ, അതുപോലെ നമ്മുടെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന ഒരു ക്യാമ്പയിനാണ്, അതായത് ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിനാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. നമ്മുടെ കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിന്റെ പേരാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടു ഫെബ്രുവരി 4 എന്താണ്? ലോക അർബുദ ദിനം. ഓക്കെ, അതുപോലെ നമ്മുടെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. കേന്ദ്ര ആരോഗ്യമന്ത്രിയാണ് JP നദ്ദ. കേന്ദ്ര ആരോഗ്യമന്ത്രി ആരാണ്? JP നദ്ദ. ഓക്കെ, അതുപോലെ UN പൊതുസഭയുടെ 79ാമത് പ്രസിഡന്റായ ഫിലമോൺ യാങ്, ക്യാമറൂൺകാരനായ ഫിലമോൺ യാങ് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ചു. അപ്പൊ ആ ഒരു പോയിന്റോട് ഒന്ന് നോട്ട് ചെയ്തോളാം. UN പൊതുസഭയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ഫിലമോൺ യാങ്. ക്യാമറൂൺകാരനായ ഫിലമോൺ യാങ് ആണ് ഇപ്പോൾ UN പൊതുസഭയുടെ പ്രസിഡന്റ്. 79ാമത്തെ പ്രസിഡന്റാണ് അദ്ദേഹം. നോട്ട് ചെയ്തോളൂ. ഇനി മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് സൈബർ കുറ്റകൃത്യങ്ങളുടെ കണക്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് തെലങ്കാന. സൈബർ കുറ്റകൃത്യങ്ങളുടെ കണക്കിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനമാണ് തെലങ്കാന. ഏറ്റവും കുറവ് സൈബർ കുറ്റകൃത്യങ്ങളുള്ളത് മിസോറാമിലാണ്. ഓക്കെ, അപ്പോൾ സൈബർ കുറ്റകൃത്യങ്ങളുടെ കണക്കിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം തെലങ്കാനയും ഏറ്റവും പുറത്തുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സംസ്ഥാനം മിസോറാമുമാണ്. ഓക്കെ, അതുപോലെ സൈബർ കുറ്റകൃത്യങ്ങളുടെ കേസിലൊക്കെ ഏറ്റവും കുറച്ചുള്ള കണക്കിനകത്ത് ലക്ഷദ്വീപും വന്നിട്ടുണ്ട്. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലും കുറച്ച് സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന രീതിയിൽ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി മറ്റൊരു പദ്ധതിയാണ് PM വികാസ്, പ്രധാനമന്ത്രി വിരാസത് കാ സംവർദ്ധൻ എന്ന് പറയുന്ന ഒരു പദ്ധതി. അത് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന്റെ ഒരു പ്രധാന പദ്ധതിയാണ്. ഓക്കെ, ഇത് നിലവിൽ വന്നിട്ടില്ല, വരാൻ പോകുന്ന ഒരു പദ്ധതിയാണ്. ഇതിൽ ഉദ്ദേശിക്കുന്നത് ന്യൂനപക്ഷ സമുദായങ്ങളിലെ 6 വിഭാഗം, ഈ 6 വിഭാഗത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവരുന്നത്. ഓക്കെ, അതായത് PM വികാസ് എന്ന് പറയുന്ന പദ്ധതി. ഇതിനകത്ത് പഴയ 5 പദ്ധതികൾ, അതായത് ഈ ന്യൂനപക്ഷ വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള പഴയ 5 പദ്ധതികളെല്ലാം കൂടി യോജിപ്പിച്ചുകൊണ്ടാണ് PM വികാസ് എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവരുന്നത്. ആ 5 പദ്ധതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സീക്കോ ഔർ കമാവോ, നയ് മൻസിൽ, നയ് റോഷ്നി, ഹമാരി ധരോഹർ, USDP എന്ന് പറയുന്ന ഈ 5 പദ്ധതികൾ ചേർന്നുകൊണ്ടാണ് PM വികാസ് എന്ന് പറയുന്ന പുതിയൊരു പദ്ധതി കൊണ്ടുവരുന്നത്. ഓക്കെ, അത് 5 പദ്ധതികൾ സെപ്പറേറ്റ് ആയിരുന്നു, അതിനെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒറ്റ പദ്ധതി PM വികാസ് എന്ന് പറയുന്നത്, പ്രധാനമന്ത്രി വിരാസത് കാ സംവർദ്ധൻ എന്ന് പറയുന്ന PM വികാസ് എന്ന് പറയുന്ന ഒരു പേരിൽ പുതിയൊരു പദ്ധതിയായിട്ട് കൊണ്ടുവരാൻ പോവുകയാണ്.
ഓക്കെ. അപ്പൊ ഈ പദ്ധതി കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഈ സ്കിൽ ഡെവലപ്മെന്റ്, നൈപുണ്യ വികസനം, അതുപോലെ ന്യൂനപക്ഷ സ്ത്രീകളുടെ സംരംഭകത്വവും നേതൃത്വം, അതായത് എന്റർപ്രണർഷിപ്പ് ആൻഡ് ലീഡർഷിപ്പ് സ്കില്ല്, അതുപോലെ ഈ സ്കൂളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന കുട്ടികൾക്ക് അവർക്ക് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ സഹായം, സ്കൂൾ ഡ്രോപ്പൗട്ടിനൊക്കെ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ സഹായം ഏർപ്പെടുത്തി. ഇതൊക്കെയാണ് ഈ PM വികാസ് എന്ന് പറയുന്ന ഒരു പദ്ധതിയിലൂടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ന്യൂനപക്ഷ വിഭാഗത്തിലെ 6 വിഭാഗങ്ങളെയാണ് ഇതിനകത്തേക്ക് അവർ പരിഗണിക്കുന്നത്. ഓക്കെ. അതുപോലെ ഇപ്പോൾ നമ്മൾ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ഒരു പദ്ധതി പറഞ്ഞപ്പോൾ നമുക്ക് അതുപോലെ ഈ പദ്ധതിയിൽ വേറൊരു കാര്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ മൈനോറിറ്റീസ് ഡെവലപ്മെന്റ് ആൻഡ് ഫിനാൻസ് കോർപ്പറേഷൻ, NMDFC എന്ന് പറയും, അവരും മുഖേനയാണ് ഇതിനകത്തേക്ക് എന്ത് ചെയ്യുന്നത്, ക്രെഡിറ്റ് ലിങ്കേജ് പരിപാടികളൊക്കെ ഇത് നടത്തുന്നത്. ഓക്കെ. അതുവഴി ലോൺ പ്രൊവൈഡ് ചെയ്യുക, ക്രെഡിറ്റ് ലിങ്കേജ്, ഇങ്ങനെ കുറേ പദ്ധതികളൊക്കെയാണ് ഈ ഒരു ഇതിലൂടെ അവർ ആസൂത്രണം ചെയ്യുന്നത്. അപ്പോൾ PM വികാസ് ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന്റെ ഒരു പദ്ധതിയാണ് PM വികാസ്. ഓക്കെ. അത് പറയുമ്പോൾ നമുക്ക് കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയെ കൂടെ പരിചയപ്പെടാം. കിരൺ റിജിജു ആണ് കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി. അതുപോലെ അദ്ദേഹത്തിന് ന്യൂനപക്ഷവും പാർലമെന്ററി കാര്യവും കൂടെ ഉണ്ട്. അപ്പോൾ കേന്ദ്ര ന്യൂനപക്ഷവും പാർലമെന്ററി കാര്യ മന്ത്രിയാണ് ആര്? കിരൺ റിജിജു. ഓക്കെ. അതുപോലെ നമ്മൾ 2025 ജനുവരി 1 കറണ്ട് അഫയേഴ്സിൽ കണ്ടതാണ് 2025 അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷമായിട്ട് ആചരിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. അപ്പൊ 2025 അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷമായി ആചരിക്കാൻ യുനെസ്കോയുമായി ചേർന്ന് സഹകരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അപ്പോൾ അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷമായ 2025 യുനെസ്കോയുമായി ചേർന്ന് സഹകരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. അതുപോലെ മറ്റൊരു വാർത്ത, അമേരിക്കയിൽ നമ്മളിപ്പോൾ കണ്ടു, ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം കുറെ കാര്യങ്ങൾ ഇങ്ങനെ പുള്ളി ചെയ്തു വരുന്നുണ്ട്. ഓക്കെ. അത് അവരുടെ രാജ്യത്തിന്റെ നന്മയ്ക്കെന്ന കാഴ്ചപ്പാടിൽ പലരും ചെയ്യുന്നതാണ്. പക്ഷേ എത്രത്തോളം ഇതാവും പറഞ്ഞു. എന്നാലും നമുക്ക് ഒരു പുതിയൊരു പോയിന്റ് കൂടെ നോക്കാം. സ്ത്രീകളുടെ കായിക ഇനങ്ങളിൽ മത്സരിക്കുന്നതിൽ നിന്ന് ട്രാൻസ്ജെൻഡർ വനിതകളെ ഒഴിവാക്കാൻ തീരുമാനിച്ചു. ആര്? അമേരിക്ക. അപ്പോൾ സ്ത്രീകളുടെ കായിക ഇനങ്ങളിൽ മത്സരിക്കുന്നതിൽ നിന്ന് ട്രാൻസ്ജെൻഡർ വനിതകളെ ഒഴിവാക്കാൻ തീരുമാനിച്ച രാജ്യമാണ് അമേരിക്ക. ഓക്കെ. അപ്പോൾ സ്ത്രീകളുടെ കായിക ഇനങ്ങളിൽ മത്സരിക്കുന്നതിൽ നിന്ന് ട്രാൻസ്ജെൻഡർ വനിതകളെ ഒഴിവാക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? അമേരിക്ക. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഫെബ്രുവരി 4 മുതൽ 6 വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. ഓക്കെ. അപ്പോൾ ഓരോരോ പോയിന്റ് ആയിട്ട് എല്ലാവരും എഴുതി പഠിക്കുക. അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഗൈനോളജിസ്റ്റ് പുതുതായിട്ട് ആരംഭിക്കാൻ പോകുന്ന യൂണിഫോം പോസ്റ്റിലേക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന് മാത്രമായിട്ടുള്ളൊരു ക്ലാസ്. ഓക്കെ. യൂണിഫോം പോസ്റ്റിൽ തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് 20 മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്ക് ക്ലാസ് ഉണ്ട്. CPOയും എക്സൈസ് ഓഫീസറൊക്കെ ആണെങ്കിൽ 20 മാർക്കിനും, SI പോലുള്ള ഡിഗ്രിയുടെ പരീക്ഷയ്ക്ക് 45 മാർക്കിനുമാണ് ഈ പറഞ്ഞ സ്പെഷ്യൽ ടോപ്പിക്കുകൾ വരുന്നത്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കുകൾക്കായിട്ടൊരു പുതിയ ബാച്ച് നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ മാസം 2 ആഴ്ച കൂടെ കഴിയുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. രാത്രി 10 മണി മുതൽ 11 മണി വരെയാണ് ആ ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടും. അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിലെ കണ്ടന്റുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ. അപ്പോൾ നമുക്ക് മറ്റൊരു അധ്യായമായി വീണ്ടും കാണാം. താങ്ക് യു.